ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകളുടെ പാർട്ട് 12 ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായി ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ, വീറ്റോ അധികാരങ്ങൾ, രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതികൾ, നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തികൾ, രാഷ്ട്രപതി ഭരണം എന്നിവയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ സീരീസിലെ പാർട്ട് 11 വീഡിയോ മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യൻ രാഷ്ട്രപതി നടത്തുന്ന പ്രധാന നിയമനങ്ങൾ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാർലമെൻറ്റ് വിളിച്ചുകൂട്ടാനും പാർലമെൻറ്റ് നിർത്തിവെക്കാനും ലോക്സഭ പിരിച്ചുവിടാനുമുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. പാർലമെൻറ്റ് വിളിച്ചുകൂട്ടാനും പാർലമെൻറ്റ് നിർത്തിവെക്കാനും ലോക്സഭ പിരിച്ചുവിടാനുമുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. എന്താണ് ഇവിടെ രാജ്യസഭ ഉൾപ്പെടുത്താത്തത്? രാജ്യസഭ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സ്ഥിരം സഭയാണ്, അതൊരിക്കലും പിരിച്ചുവിടുകയില്ല. ഓരോ വർഷത്തിലെയും പാർലമെൻറ്റിൻ്റെ ആദ്യ സമ്മേളനത്തെയും പൊതു തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തെയും അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഓരോ വർഷത്തിലെയും പാർലമെൻറ്റിൻ്റെ ആദ്യ സമ്മേളനത്തെയും പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തെയും അഭിസംബോധന ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത് രാഷ്ട്രപതിയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അധികാരമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. അപ്പോൾ നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. മരണശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷകൾക്ക് ഇളവ് നൽകാനും പട്ടാളക്കോടതി ശിക്ഷ വിധിച്ച കുറ്റവാളികൾക്ക് മാപ്പ് നൽകാനുമുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. രാഷ്ട്രപതി കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നതിനെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 72 ഇപ്പോൾ രാഷ്ട്രപതി കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നതിനെക്കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 72. എന്നാൽ ഗവർണർ കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്ന വകുപ്പ് ആർട്ടിക്കിൾ 161. ഗവർണർ കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 161. പാർലമെൻറ്റ് സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് ആണ്. പാർലമെൻറ്റ് സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. എന്താണ് ഓർഡിനൻസ്? നിയമനിർമ്മാണ സഭകൾക്ക് പകരം കാര്യനിർവഹണ വിഭാഗം അഥവാ ഗവൺമെൻറ് നിർമ്മിക്കുന്ന നിയമങ്ങളാണ് ഓർഡിനൻസ് എന്ന് അറിയപ്പെടുന്നത്. അതായത് ഈ നിയമം നിർമ്മിക്കപ്പെടുന്നത് നിയമനിർമ്മാണ സഭകളിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ പ്രധാന നിയമനിർമ്മാണ സഭകളാണ് ഇന്ത്യൻ പാർലമെൻറ്റും സംസ്ഥാനങ്ങളിലെ നിയമസഭകളും. അപ്പോൾ ഈ നിയമസഭകളും ആ പാർലമെൻറ്റുമൊക്കെ സമ്മേളിക്കാത്ത അവസരങ്ങളിൽ രാജ്യത്ത് നിയമം ഉണ്ടാവണ്ടേ? അപ്പോൾ അങ്ങനെ നിയമങ്ങൾ നിർമ്മിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റാണ്. അതാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ് നിർമ്മിക്കുന്ന നിയമങ്ങളെയാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. ഓർഡിനൻസിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 123 ആണ്. ഓർഡിനൻസിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 123. ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി എത്ര മാസമാണ്? അപ്പോൾ നേരത്തെ പറഞ്ഞത് പാർലമെൻറ്റ് സമ്മേളിക്കാത്ത അവസരങ്ങളിലാണ്. അപ്പോൾ ഒരു താൽക്കാലികമായ കാര്യമാണ്. അപ്പോൾ ഓർഡിനൻസിന് കാലാവധിയുണ്ട്. ആ കാലാവധി 6 മാസമാണ് ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി. അടുത്തത് രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരങ്ങളാണ്. വീറ്റോ അധികാരങ്ങളെന്ന് പറയുന്നത് പ്രത്യേക അധികാരങ്ങളാണ്. അതായത് 3 തരം വീറ്റോ അധികാരങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്കുള്ളത്. അബ്സല്യൂട്ട് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ. ഇതിൽ അബ്സല്യൂട്ട് വീറ്റോ എന്നാൽ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ബില്ല് ഒപ്പിടാതെ പിടിച്ചു വയ്ക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെയാണ് നമ്മൾ അബ്സല്യൂട്ട് വീറ്റോ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തത് സസ്പെൻസീവ് വീറ്റോയാണ്. അതായത് പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ല് ഒപ്പിടാതെ തന്നെ മടക്കി അയക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെയാണ്
സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. അടുത്തതായി വളരെ പ്രധാനപ്പെട്ട ഒരു വീറ്റോയാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. ഈ പോക്കറ്റ് വീറ്റോയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 111. അപ്പോൾ പോക്കറ്റ് വീറ്റോയെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 111. പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ല് പ്രത്യേകിച്ച് നടപടിയൊന്നും എടുക്കാതെ വയ്ക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെയാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് വീറ്റോ എന്നാൽ എന്താണ്? പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ല് ഒപ്പിടാതെ പിടിച്ചു വയ്ക്കാനുള്ള അധികാരം. സസ്പെൻസീവ് വീറ്റോ എന്നാൽ പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ല് ഒപ്പിടാതെ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കാതെ മടക്കി അയക്കാനുള്ള അധികാരം. പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത് പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ല് പ്രത്യേകിച്ച് നടപടിയെടുക്കാതെ വയ്ക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു ബില്ല് അത് നിയമമാകണമെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവെക്കണം എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ബില്ല് മേൽ അധികാരങ്ങൾ ഉപയോഗിച്ച് ഒപ്പുവെക്കാതെ രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ വീറ്റോ അധികാരങ്ങൾ ഉപയോഗിച്ച് പാർലമെൻറ്റ് പാസ്സാക്കി വന്ന ഒരു ബില്ല് ഒപ്പുവെക്കാതെ രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. എന്നാൽ ആ ബില്ല് വീണ്ടും പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും പാർലമെൻറ്റിൽ അത് പാസ്സായി വന്നാൽ രാഷ്ട്രപതിക്ക് ആ ബില്ല് ഒപ്പുവെച്ചേ മതിയാവും. അതായത് പാർലമെൻറ്റിൽ ഒരു ബില്ല് നിയമമാകണമെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവെക്കണം എന്ന് നമുക്കറിയാം. ഈ പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ല് നേരത്തെ പറഞ്ഞ വീറ്റോ അധികാരങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രപതിക്ക് ഒപ്പുവെക്കാതെ മടക്കി അയക്കാം. എന്നാൽ ആ ബില്ല് വീണ്ടും പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും പാർലമെൻറ്റ് പാസ്സാക്കി വന്നാൽ നമ്മുടെ രാഷ്ട്രപതിക്ക് ആ ബില്ലിൽ ഒപ്പുവെച്ചേ മതിയാവും. അടുത്തത് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതികളെക്കുറിച്ചാണ്. രാഷ്ട്രപതിക്ക് ഒന്നിലധികം ഔദ്യോഗിക വസതികൾ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി എന്നറിയപ്പെടുന്നത് ഏതാണ്? രാഷ്ട്രപതി ഭവൻ തന്നെയാണ്. അപ്പോൾ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണെന്നും അറിയാം. ഈ രാഷ്ട്രപതി ഭവൻ്റെ ശില്പി ആരാണ്? എഡ്വിൻ ലൂട്ടിൻസ് ആണ് രാഷ്ട്രപതി ഭവൻ്റെ ശില്പി. ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാഷ്ട്രപതി ഭവൻ 13 ഏക്കർ സ്ഥലത്ത് 340 മുറികളോടുകൂടിയ ഒരു കെട്ടിടമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഔദ്യോഗിക മന്ദിരം എന്ന് ചോദിച്ചാൽ അതും രാഷ്ട്രപതി ഭവനാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് രാഷ്ട്രപതി ഭവൻ അറിയപ്പെട്ടിരുന്ന പേര് വൈസ് റീഗൽ പാലസ് എന്നാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നമ്മുടെ രാഷ്ട്രപതി ഭവൻ അറിയപ്പെട്ടിരുന്നത് വൈസ് റീഗൽ പാലസ് എന്നാണ്. വൈസ് റീഗൽ പാലസിൽ താമസിച്ച ആദ്യ വ്യക്തി ആരാണ്? ഇർവിൻ പ്രഭുവാണ് അല്ലേ? ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവാണ് വൈസ് റീഗൽ പാലസിൽ താമസിച്ച ആദ്യ വ്യക്തി. ഈ വൈസ് റീഗൽ പാലസിൽ താമസിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? സി രാജഗോപാലാചാരിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഇന്ത്യക്കാരനായ ഗവർണർ ജനറലായിരുന്നു സി രാജഗോപാലാചാരി. ഇദ്ദേഹമാണ് വൈസ് റീഗലിൽ പാലസിൽ താമസിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി. മുഗൾ ഗാർഡൻ എന്നും ഹെർബൽ ഗാർഡൻ എന്നുമൊക്കെ അറിയപ്പെടുന്നത് ഈ രാഷ്ട്രപതി ഭവൻ തന്നെയാണ്. രാഷ്ട്രപതി ഭവനിലാണ് ഈ മുഗൾ ഗാർഡനും ഹെർബൽ ഗാർഡനുമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. രാഷ്ട്രപതി ഭവനെ മാതൃകാ മാലിന്യ സംസ്കരണ പ്രദേശമാക്കുന്ന പദ്ധതിയാണ് റോഷ്നി. രാഷ്ട്രപതി ഭവനെ മാതൃകാ മാലിന്യ സംസ്കരണ പ്രദേശമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? റോഷ്നി. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യൻ ഔദ്യോഗിക വസതി രാഷ്ട്രപതി നിലയമാണ്. ഹൈദരാബാദിലാണ് രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യൻ ഔദ്യോഗിക വസതി ഏതാണ്? ഹൈദരാബാദിലെ രാഷ്ട്രപതി നിലയം. രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലെ സിംലയിലാണ്. രാഷ്ട്രപതി നിവാസ് ഹിമാചൽ പ്രദേശിലെ സിംലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായ സിംലയിൽ വൈസ്രോയിയുടെ വസതിയായി നിർമ്മിച്ച വൈസ് റീഗൽ ലോഡ്ജാണ് സ്വാതന്ത്ര്യാനന്തരം രാഷ്ട്രപതി നിവാസായി മാറിയത്. രാഷ്ട്രപതി നിവാസിലെ ആദ്യ താമസക്കാരൻ ഡഫറിൻ പ്രഭുവാണ്. ബ്രിട്ടീഷ് വൈസ്രോയി ഡഫറിൻ പ്രഭുവാണ് രാഷ്ട്രപതി നിവാസിലെ ആദ്യ താമസക്കാരൻ. രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തികളെക്കുറിച്ചാണ് അടുത്തതായി പറയുന്നത്. രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തികളുടെ എണ്ണം അല്ലെങ്കിൽ അംഗങ്ങളുടെ എണ്ണം 12 ഇവരെ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുകൂടി നമ്മൾ പഠിച്ചിരിക്കണം. കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം,
കായികം എന്നീ മേഖലകളിൽ നിന്നുമാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് 12 പേരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. നിലവിലെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത 12 അംഗങ്ങളിൽ ഒരാൾ മലയാളിയാണ്. അത് നമുക്കറിയാം, സുരേഷ് ഗോപിയാണ്. ഇദ്ദേഹത്തിൻ്റെ കല എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് ഇദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തത്. രാഷ്ട്രപതി ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം 2 ഈ 2 പേർ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ആയിരിക്കും. അപ്പോൾ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 12. രാഷ്ട്രപതി ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം 2. രാഷ്ട്രപതി ഭരണം. സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം അഥവാ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 356. അപ്പോൾ ആർട്ടിക്കിൾ 356 പ്രകാരമാണ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ ആർട്ടിക്കിൾ 356 പ്രകാരം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പോൾ ആർട്ടിക്കിൾ 356 പ്രകാരം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. എന്നാൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് പഞ്ചാബുമാണ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്ന ഇന്ത്യൻ സംസ്ഥാനവും പഞ്ചാബ് തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്ന ഇന്ത്യൻ സംസ്ഥാനവും പഞ്ചാബാണ്. ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനവും പഞ്ചാബാണ്. എന്നാൽ ആർട്ടിക്കിൾ 356 പ്രകാരം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് എടുത്തു ചോദിച്ചാൽ അത് കേരളമാണ്. ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. മണിപ്പൂരിലാണ് ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 10 തവണയാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കിയത്. പിന്നെ ദേശീയ അടിയന്തരാവസ്ഥ രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്നത് ഏത് വകുപ്പ് ഉപയോഗിച്ചാണ്? ആർട്ടിക്കിൾ 352. അതുപോലെ തന്നെ മറ്റൊരു അടിയന്തരാവസ്ഥയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിക്കാത്ത ഒരു അടിയന്തരാവസ്ഥയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. അതിൻ്റെ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 360. ഇന്ത്യയിലെ രാഷ്ട്രപതിമാരെക്കുറിച്ചുള്ള ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.